വെൽക്കം ടു സിനിമോസഫി. ഒരു കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാംസ്കാരിക ഐഡന്റിറ്റി ആയിരുന്നു ബോളിവുഡ്. ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് ബോളിവുഡ് മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ ബോളിവുഡിന്റെ അവസ്ഥ എന്താണ്? വളരെ ദയനീയമാണ് ഇന്നത്തെ ബോളിവുഡിന്റെ അവസ്ഥ. 2024 ഹിന്ദിയിൽ വിജയിച്ചത് അഥവാ ലാഭം കിട്ടിയത് ഒരേയൊരു സിനിമയ്ക്ക് മാത്രമാണ്. അനുരാഗ് കശ്യപിനെ പോലുള്ള പല സംവിധായകരും ബോളിവുഡ് വിട്ട് സൗത്തിലേക്ക് ചേക്കേറുന്നു. ജാവേദ് അക്തറിനെ പോലുള്ള പ്രമുഖർ ബോളിവുഡിന്റെ നിലവിലെ അവസ്ഥയിൽ സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നു. എന്താണ് ശരിക്കും ബോളിവുഡിന് സംഭവിച്ചത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോളിവുഡിന്റെ തകർച്ചയ്ക്ക് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ബോളിവുഡിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത വിധം ബോളിവുഡ് അധപ്പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെപ്പോട്ടിസം തന്നെയാണ് ബോളിവുഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. മുഖത്ത് ഒരു വിധത്തിലുള്ള ഭാവങ്ങളും വരാത്ത നെപ്പോ കിഡ്സിനാൽ സമ്പന്നമാണ് ബോളിവുഡ്. അവരുടെ ആകെ ശ്രദ്ധ അവരുടെ ശരീര സംരക്ഷണത്തിൽ മാത്രമാണ്. സിനിമയെന്നാൽ അവർക്ക് ശരീരം പ്രദർശിപ്പിക്കാനുള്ള മാധ്യമം മാത്രമാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ആ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. ശരീരം പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് അഭിനയത്തിന് പ്രാധാന്യമുള്ള ഒരു കലയാണ് സിനിമ എന്നത് ഇവർ മറക്കുന്നു. മലയാളത്തിലും താരപുത്രന്മാരും പുത്രിമാരുമുണ്ട്. പക്ഷേ അവരെല്ലാം കഴിവ് തെളിയിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് സിനിമയിൽ നിലനിൽക്കുന്നത്. കഴിവില്ലാത്ത അനേകം നെപ്പോ കിഡ്സ് മലയാളത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യ സിനിമയിൽ മാത്രമേ നെപ്പോ കിഡ് എന്ന പരിഗണന ലഭിക്കുകയുള്ളൂ. പിന്നീട് അങ്ങോട്ട് അയാൾക്ക് കഴിവുണ്ടോ എന്നത് മാത്രമാണ് മാനദണ്ഡം. എന്നാൽ ബോളിവുഡിൽ അതല്ല സ്ഥിതി. നെപ്പോ കിഡ് ആയിരിക്കുക എന്നത് മാത്രമാണ് അവിടെ മാനദണ്ഡം. കപൂർ ഫാമിലി, ധർമ്മേന്ദ്ര ഫാമിലി തുടങ്ങി നിരവധി ഫാമിലികളാണ് ഇന്ന് ബോളിവുഡിലുള്ളത്. പുറത്തു നിന്നുള്ളവർ വളരെ ചുരുക്കം മാത്രമാണ്. ആയുഷ്മാൻ ഖുറാന, രാജ്കുമാർ റാവു, സുശാന്ത് സിംഗ് തുടങ്ങി വളരെ കുറച്ചു പേർ മാത്രമേ പുറത്തു നിന്നുള്ളവരുള്ളൂ. ഇതിൽ സുശാന്ത് സിംഗ് രജപുത്ത് 2021 ആത്മഹത്യ ചെയ്തു. സുശാന്ത് സിംഗിന്റെ മരണവും നെപ്പോട്ടിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സുശാന്തിന്റെ മരണത്തിന് ശേഷം ബോളിവുഡ് ബൈക്കോട്ട് ചെയ്യാൻ ക്യാമ്പയിൻ നടന്നിരുന്നു. രൺബീർ കപൂർ, ആലിയ ഭട്ട്, വിക്കി കൗശൽ, കൊങ്കണ സിംഗ് തുടങ്ങിയ കഴിവുള്ള നെപ്പോ കിഡുകളും ബോളിവുഡിലുണ്ട് എന്നത് സത്യമാണ്. അവരൊന്നും കഴിവുള്ളവർ മാത്രമല്ല, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എഫേർട്ട് ഇടുന്നവരുമാണ്. അത്തരത്തിലുള്ള ഒരു എഫേർട്ടും ഇടാത്തവരാണ് കൂടുതലും. അതുതന്നെയാണ് ബോളിവുഡിന്റെ ശാപവും. ക്രിയേറ്റിവിറ്റി ഇല്ലായ്മയാണ് ബോളിവുഡിന്റെ തകർച്ചയുടെ രണ്ടാമത്തെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞു പഴകിയ തീർത്തും പ്രെഡിക്റ്റബിൾ ആയ കഥകൾ ബിഗ് ബജറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി ബോളിവുഡ് മാറി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബിഗ് ബജറ്റിൽ ചെയ്യുന്ന ഭോജ്പുരി സിനിമകളാണ് ബോളിവുഡ് സിനിമകൾ. ഈ അടുത്തിറങ്ങിയ പരം സുന്ദരി തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. 60 കോടി രൂപയാണ് ആ സിനിമയുടെ ബഡ്ജറ്റ്. എന്നിട്ട് പോലും കേരളത്തെക്കുറിച്ച് കാര്യമായ ക്രിയേറ്റീവ് റിസർച്ച് നടത്താൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ സിനിമ സ്റ്റീരിയോ ടൈപ്പുകളുടെ ആഘോഷമായി മാറിയത്. മുല്ലപ്പൂവും കഥകളിയും സെറ്റ് സാരിയും കളരിപ്പയറ്റും ഉണ്ടായാൽ കേരളമായി എന്ന പൊതുധാരണയ്ക്ക് ഒരു ഇഞ്ച് പോലും അപ്പുറം പോകാൻ ആ സിനിമക്കായിട്ടില്ല. ഡബ്ബിങ്ങിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ട്രോൾ കിട്ടിയത് കൊണ്ട് മാത്രം തേക്കപ്പെട്ട എന്നത് മാറ്റി ഡബ് ചെയ്തു. അതിനപ്പുറം ഒരു തുള്ളി എഫേർട്ട് പോലും മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ക്രിയേറ്റീവ് ഹോണസ്റ്റി എന്താണെന്ന് പോലും അറിയാത്തവരാണ് ബോളിവുഡിലെ മേക്കേഴ്സ് എന്ന് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരം സുന്ദരി. മലയാളത്തിലെ മേക്കേഴ്സ് തന്നെയാണ് ക്രിയേറ്റീവ് ഓണസ്റ്റിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ബോളിവുഡിൽ കലയില്ല എന്നാണ് ജാവേദ് അക്തർ ഈ അടുത്ത് ബോളിവുഡിനെ കുറിച്ച് പറഞ്ഞത്. അത് ഏറെക്കുറെ ശരിയാണ് താനും. കുറെ കാശിറക്കി VFX ചെയ്താൽ സിനിമയായി എന്നതാണ് ഇന്നത്തെ പല ബോളിവുഡ് മേക്കേഴ്സിന്റെയും വിചാരം. സൗത്ത് സിനിമകളുടെ വളർച്ചയാണ് ബോളിവുഡിനേറ്റ അടുത്ത അടി. കൊറോണ കാലത്തും അതിനുശേഷവും സൗത്ത് സിനിമകളുടെ വളർച്ച ഞെട്ടിപ്പിക്കുന്നതാണ്. ക്രിയേറ്റീവ് കഥപറച്ചിലുകളുടെ കാര്യത്തിൽ മലയാളം മുന്നിട്ട് നിൽക്കുമ്പോൾ അടിപൊളി മേക്കിങ്ങിന്റെ കാര്യത്തിൽ തെലുങ്കും തമിഴും കന്നഡ പോലും മുന്നിട്ട് നിൽക്കുന്നു. പല ഹിന്ദി പ്രേക്ഷകരും സൗത്ത് സിനിമകൾ കാണുന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. പിന്നീട് അവർ മുമ്പിറങ്ങിയ സിനിമകൾ തേടിപ്പിടിച്ച് കാണാൻ തുടങ്ങി. 2021 ശേഷം ബോളിവുഡ് ചിത്രങ്ങളുടെ ശരാശരി റേറ്റിംഗ് 5.9 മാത്രമാണ്. എന്നാൽ ഹിന്ദിയിൽ ഡബ്ബ് ചെയ്തിട്ടുള്ള സൗത്ത് സിനിമകളുടെ ശരാശരി റേറ്റിംഗ് 7.3 ആണ്. ഇതിൽ നിന്നു തന്നെ ഹിന്ദി പ്രേക്ഷകർ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ബോളിവുഡ് സിനിമകളെക്കാൾ സൗത്ത് സിനിമകളാണെന്ന് വ്യക്തമാണ്. റൂട്ടഡ് ആയിട്ടുള്ള സൗത്ത് സിനിമകളുടെ കഥപറച്ചിൽ രീതി തന്നെയാണ് ഹിന്ദി പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്നത്. സാധാരണക്കാരന്റെ ഇമോഷനുമായി കൂടുതൽ അടുത്തു കിടക്കുന്നത് സൗത്ത് സിനിമകളാണ്.
സിനിമകളാണ്. മസാല സിനിമകളാണെങ്കിൽ പോലും അതിൽ നിന്ന് ഭിന്നമല്ല. ഹിന്ദി പ്രേക്ഷകർ ആഘോഷമാക്കിയ പുഷ്പയും KGFുമെല്ലാം ഉദാഹരണം. ഇത്തരം സിനിമകൾ 600 മുതൽ 700 കോടികൾ വരെയാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് നേടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറ്റ്ലിയെ പോലുള്ള സൗത്ത് ഡയറക്ടേഴ്സിനെ ബോളിവുഡ് ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത്. വലതുപക്ഷ സ്വാധീനമാണ് ബോളിവുഡിനെ തകർക്കുന്ന അടുത്ത ഘടകം. പ്രൊപ്പഗണ്ട സിനിമകളുടെ സ്വന്തം ഇൻഡസ്ട്രിയായി ബോളിവുഡ് മാറിയിട്ടുണ്ട്. 2 ഡസനോളം പ്രൊപ്പഗണ്ട സിനിമകളാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി ബോളിവുഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. 2014 മുതലാണ് ഈ പ്രവണത ബോളിവുഡിൽ കണ്ടു തുടങ്ങിയത്. മൃദു ഹിന്ദുത്വ സിനിമകളായിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ പോകെ പോകെ അത് ന്യൂനപക്ഷ വിരുദ്ധവും അവർക്കെതിരെ കൊലവിളി ഉയർത്തുന്നതുമായി മാറി. ചില സിനിമകൾ സാമ്പത്തികമായി വിജയിച്ചിരുന്നുവെങ്കിലും കൂടുതലും നിലം തൊടാതെ പൊട്ടുകയാണ് ഉണ്ടായത്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്നതും നമ്മൾ കണ്ടു. ഇത്തരം പിന്തുണകൾ പ്രൊപ്പഗണ്ട സിനിമകൾ കൂടുതൽ നിർമ്മിക്കുന്നതിലേക്ക് വഴിവെച്ചു. എന്നാൽ അതിന്റെ എല്ലാം റിസൾട്ട് എന്നോണം ബോളിവുഡിന്റെ തകർച്ചയാണ് ഉണ്ടായത്. കശ്മീർ ഫയൽസിന്റെ വിജയം കണ്ട് അതിന്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ബംഗാൾ ഫയൽസ് എന്നൊരു സിനിമ എടുത്തിരുന്നു. അത് നിലം തൊടാതെ പൊട്ടുകയാണ് ഉണ്ടായത്. കശ്മീർ ഫയൽസിന്റെയും കേരള സ്റ്റോറിയുടെയും വിജയം കണ്ട് നിരവധി പ്രൊപ്പഗണ്ട സിനിമകൾ ബോളിവുഡിൽ നിന്നിറങ്ങിയിരുന്നു. എന്നാൽ അതെല്ലാം ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബോളിവുഡിന്റെ ഒരു വശം ഇങ്ങനെയാണെങ്കിലും ചെറിയ ബജറ്റിൽ നിരവധി നല്ല സിനിമകളും ബോളിവുഡിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വലിയ താരങ്ങളോ ബജറ്റോ ഇല്ലാത്ത ചെറിയ എന്നാൽ മികച്ച സിനിമകൾ. സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗോൺ, സ്റ്റോളൻ, സന്തോഷ്, അനുജ, ദ മെഹ്ത ബോയ്സ് തുടങ്ങി കുറേ നല്ല സിനിമകളും ഈ അടുത്ത് ബോളിവുഡിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയ ബഡ്ജറ്റ് ആയതുകൊണ്ടും വലിയ താരങ്ങൾ ഇല്ലാത്തതുകൊണ്ടും അധികമാരും ഈ സിനിമകളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. തിയേറ്ററിൽ വിജയമായിരുന്നോ എന്ന് അറിയില്ല. OTTയിൽ ഈ സിനിമകൾ ലഭ്യമാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഇത്തരം സിനിമകൾ ബോളിവുഡ് ഭീമന്മാരെയും നെപ്പോ കിഡുകളെയും സ്വാധീനിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ബോളിവുഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ അനാലിസിസ്, ഐഡിയോളജിയൊക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.